ട്രാൻസ്ജെൻഡറുകളെ പരിഹസിച്ച് മുസ്ലിം ലീഗ് നേതാവ് PK ഫിറോസ്. ട്രാൻസ്ജെൻഡറുകളുടെ പ്രശ്നം തോന്നലുകൾ മാത്രമാണ്. LGBT തന്നെ പ്രകൃതി വിരുദ്ധതയാണ്. ജെൻഡർ പൊളിറ്റിക്സിന്റെ പേരിൽ ഒളിച്ചു കടത്തുന്നത് സദാചാര വിരുദ്ധതയാണെന്നും സ്ത്രീ പുരുഷ സമത്വമല്ലെന്നുമാണ് ലീഗ് നിലപാട്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്ന ആശയം വല്ലതും പഠിച്ചിട്ടാണോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നതെന്നും ഫിറോസ് പരിഹസിച്ചു. ന്യൂസ് 18 Q18 PK ഫിറോസിന്റെ പ്രതികരണം. തുല്യനീതിയാണ് ഞങ്ങൾ പറയുന്നത്, പക്ഷേ തുല്യത അല്ല എന്ന് പറയുന്നിടത്ത് അതിനൊരു വേറൊരു സന്ദേശം കൊടുക്കുന്നുണ്ട്. അതൊരു പുതിയ തലമുറയ്ക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സന്ദേശമാണ്. ലീഗ് എപ്പോഴും പറയുന്നൊരു കാര്യം തുല്യനീതിയാണ്. കാരണം ഈ തുല്യത എന്ന് പറയുന്നത് ഇപ്പോൾ ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് വന്നൊരു കാര്യമാണ്. ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വലിയൊരു ടേമാണ്. ആ ടേം നമ്മൾ ഈ പറയുന്ന സ്ത്രീ പുരുഷ പിന്നെ ഒരു കാര്യം മാത്രമല്ല, അതിനകത്ത് LGBTQIA എന്നൊക്കെ പറയുന്ന വലിയൊരു ടെർമിനോളജി ഉണ്ട്. LGBTQIA മാത്രമല്ല, പ്ലസ് ഉണ്ട്. അതൊക്കെ വലിയൊരു വിശദമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതിനകത്ത് പല കാര്യങ്ങളും ഞങ്ങൾക്ക് വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ കാര്യമാണ്. അപ്പോൾ ഈ ജെൻഡർ പൊളിറ്റിക്സിൻ്റെ മറവിൽ നമ്മൾ സദാചാര വിരുദ്ധമെന്ന് കരുതിയിരുന്ന, പ്രകൃതി വിരുദ്ധമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ഒളിച്ചു കടത്താൻ വേണ്ടിയുള്ള വലിയ ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. LGBT അവകാശങ്ങൾക്ക് വേണ്ടി ഇത്രയേറെ പോരാട്ടങ്ങൾ നടക്കുന്ന സമയത്ത് ഇത് ജെൻഡർ പൊളിറ്റിക്സിലൂടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുകയാണെന്ന് ലീഗ് ഇപ്പോഴും കരുതുന്നു. തീർച്ചയായിട്ടും. ഇപ്പോൾ നിങ്ങൾ എത്ര പുരോഗമന വിരുദ്ധമാണെന്ന് പറഞ്ഞാലും ഈ സ്വവർഗരതി ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങളത് വിശ്വാസപരമായിട്ട് തന്നെ ഞങ്ങൾക്ക് തെറ്റാണ്. അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അഭിപ്രായമല്ല. ഞങ്ങളുടെ വിശ്വാസപരമായിട്ട് ഞങ്ങൾക്ക് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. വനിതാ പ്രാതിനിധ്യം അത് രണ്ടാമത് നിന്നാൽ മതി, ട്രാൻസ്ജെൻഡറുകൾ ഈ സൊസൈറ്റിയിൽ ആവശ്യമില്ല എന്നുള്ളൊരു നിലപാട്, അത് അങ്ങനെ മുന്നോട്ട് പോകാൻ അതാണ് ഞാൻ പറഞ്ഞത്. ഈ LGBTQIA ഞങ്ങൾ എല്ലാ കാര്യങ്ങളെയും നിരാകരിക്കുന്നില്ല. അതിനകത്ത് ചില വസ്തുതകളുണ്ട്. ഇപ്പം ഇതൊരു ഒരു മനോനിലയാണല്ലോ, തോന്നലുകളാണല്ലോ. ഇപ്പോൾ ട്രാൻസ്ജെൻഡറുടെ കാര്യത്തിൽ തന്നെ അവരുടെ തോന്നലാണ്, അവരുടെ ഫിസിക്കല്ല, അവരുടെ തോന്നലാണ്. ഇൻ്റർസെക്സ് ആണെങ്കിൽ നമുക്കറിയാം അവരുടെ തോന്നലല്ല, അവരുടെ ഫിസിക്ക് തന്നെ ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അതേ സമയത്ത് ഈ തോന്നലുകളെ എങ്ങനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്? തോന്നലുകൾക്കനുസരിച്ച് ശരീരം മാറ്റുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ ശരീരത്തിനനുസരിച്ച് തോന്നലുകളെ മാറ്റുകയാണ് വേണ്ടത്. ജെൻഡർ യൂണിഫോം നടപ്പിലാക്കുമ്പോൾ ബിന്ദു എന്താ പറഞ്ഞത്? ബിന്ദു പറഞ്ഞത് പിന്നെ ഹെറ്ററോ നോർമേറ്റീവായിട്ടുള്ള ഒരു സൊസൈറ്റിയെ പൊളിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. എന്ന് പറഞ്ഞാൽ പിന്നെ വർഗത്തോടുള്ള അനുരാഗം, അത് സ്വാഭാവികതയാണെന്ന പൊതുബോധത്തെയാണ് ഹെറ്ററോ നോർമേറ്റീവ് എന്ന് പറയുന്നത്. അതിനെ മാറ്റിയിട്ട് ക്യൂർ നോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തോന്നലുകളെല്ലാം ശരിയാണ്. അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിനകത്ത് മൃഗരതിയെ അനുകൂലിക്കുന്നവരുണ്ട്, പീഡോഫിലിയെ അനുകൂലിക്കുന്നവരുണ്ട്, മരങ്ങളുമായി ഗതിയിലേർപ്പെടുന്നത് പോലും അനുകൂലിക്കുന്ന ആളുണ്ട്. നിങ്ങൾ LGBTQIA പ്ലസ് എന്താണെന്ന് നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കണ്ടത്. ഇതൊന്നും അറിയാത്ത ആളുകൾ ഇതേക്കുറിച്ച് ഇതെന്തോ വലിയ പുരോഗമനവാദം എന്നാൽ പിന്നെ ഞാനും അതിൻ്റെ കൂടെ വന്നാൽ ഞാനും പുരോഗമനവാദിയായി എളുപ്പത്തിൽ പുരോഗമനവാദിയാവാനുള്ളൊരു കാര്യം ഈ പറയുന്ന ടെർമിനോളജിയുടെ കൂടെ നിൽക്കലാണെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ശ്രീമതി ശീതൽ ശ്യാമുണ്ട്, ആക്ടിവിസ്റ്റ്. ശ്രീമതി ശീതൽ ശ്യാം മുസ്ലിം ലീഗിന്റെ നേതാവാണ്. അവരതിനെ ചേർത്ത് വിൽക്കുന്നത് മതപരമായ ചില അംഗീകാരങ്ങളുടെ പ്രശ്നം കൂടി കണ്ടുകൊണ്ടാണ്. മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് ഇത്തരത്തിൽ LGBT കമ്മ്യൂണിറ്റിക്കെതിരെ പ്രതികരിക്കുന്ന ആദ്യമായല്ല. നേരത്തെ നമുക്കറിയാം MK മുനീർ ഇത്തരത്തിൽ ചില പരാമർശങ്ങൾ നടത്തിയ പശ്ചാത്തലമുണ്ടായിരുന്നു. PMA സലാം വളരെ ശക്തമായി ഇതിനെ എതിർക്കുന്ന ഒരാൾ കൂടിയാണ്. ശീതൽ ശ്യാമിന് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനുള്ളത്? ഫിറോസ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിശദീകരണങ്ങൾ നമ്മുടെ ന്യൂസ് 18 Q18 അഭിമുഖത്തിൽ നൽകുന്നത് കേട്ട് കാണും. ഒന്ന് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഇവര് ഈ മതസംഹിത വെച്ചിട്ടാണ് പലപ്പോഴും അവർക്കതിൽ താല്പര്യമില്ല എന്ന് പറയുന്നത്. അപ്പം ഈ മതസംഹിത വെച്ച് അവരുടെ വിശ്വാസങ്ങളുടെയും അവരുടെ അഭിപ്രായങ്ങളെയൊക്കെ അവര് ഓരോ പൊതു ഇടത്തിൽ വന്ന് പറയുമ്പോൾ അത് നമ്മളത് അംഗീകരിക്കണം എന്നില്ല, അതിന് മറുപടി കൊടുക്കണമെന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഇത്തരം നേതാക്കളായിട്ടുള്ള അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഒട്ടുമില്ലാത്ത ആളുകളൊക്കെ ഇങ്ങനെ ഒന്ന് സംസാരിക്കുമ്പോൾ അതിൽ ഒരുപാട് പ്രശ്നമുണ്ട്. കാരണം ഇവരെപ്പോഴാണ് സ്ത്രീകളെ അംഗീകരിച്ചിട്ടുള്ളത്? ഇവരെപ്പോഴാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട് അംഗീകരിച്ചിട്ടുള്ളത്? അതുകൊണ്ട് തന്നെ മതം എന്ന് പറയുന്ന ഒരു നിലപാടിൽ നിന്നുകൊണ്ട് ഇത്തരം കമ്മ്യൂണിറ്റികളുടെ ജീവിത സാഹചര്യത്തെ ചുരുക്കി കാണിക്കുകയും അവർ ജീവിക്കാൻ അവകാശപ്പെട്ടവരല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നത് അത് അറിവില്ലായ്മയുടെ പ്രശ്നമാണ്. സത്യത്തില് ഇവരേത് കാലത്താണ് ജീവിക്കുന്നത്? ഒന്ന് ഇവരുടെ പാർട്ടി ചരിത്രമോ മതചരിത്രമോ ഒക്കെ എടുക്കുകയാണെങ്കിൽ
അവർ ഈ കാലത്ത് എത്തി നിൽക്കുമ്പോൾ ഇപ്പോഴാണ് അവര് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ അവരെ അംഗീകരിക്കില്ല എന്നുള്ള പറയേണ്ടത്. അവരിപ്പോഴും സ്ത്രീകളെ അംഗീകരിക്കില്ല എന്ന് പറയുന്നുണ്ട്, ക്യൂർ കമ്മ്യൂണിറ്റി അംഗീകരിക്കില്ല എന്ന് പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവരെപ്പോഴും ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് മസ്കുലിൻ ഹെട്രോനോർമറ്റീവ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള എന്താ പറയാ പുലമ്പലുകൾ പലപ്പോഴും ഉണ്ടായി കാണാറുണ്ട്. അത് പലപ്പോഴും സ്ത്രീകൾ മുന്നേറുകയും സ്ത്രീകൾ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ക്യൂർ കമ്മ്യൂണിറ്റി വളരെ വിസിബിളായി മാറുകയും ചെയ്യുമ്പോഴുണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗിന്റെ തന്നെ മന്ത്രിയായിരുന്ന MK മുനീർ തന്നെയാണ് ഇവിടെ ട്രാൻസ്ജെൻഡർ പോളിസി കൊണ്ടുവന്നത്. അപ്പൊ ആ ട്രാൻസ്ജെൻഡർ പോളിസി കൊണ്ടുവന്ന മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഞങ്ങളുമായി ഇടപഴകിയിട്ടുണ്ട്. ക്യൂർ കമ്മ്യൂണിറ്റിയുടെ പല പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ നിലപാട് മാറാൻ തന്നെ കാരണം ഇത്തരം വിഷയങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ എതിരഭിപ്രായമാണ്. അപ്പം എതിരഭിപ്രായം പലതരത്തിലുണ്ടാവും. ഇപ്പൊ PK ഫിറോസിന് PK ഫിറോസിന്റെ അഭിപ്രായം ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ KM ഷാജിക്ക് MK മുനീറിന് അവരുടെ അഭിപ്രായം ഉണ്ടായിരിക്കാം. അത് കരുതി ഞങ്ങൾ ജീവിക്കരുത്, ഞങ്ങളെല്ലാം പ്രകൃതി വിരുദ്ധരാണ്. ഒന്ന്, പ്രകൃതി വിരുദ്ധത എന്നുള്ള ആ ടേം തന്നെ ഇവിടുന്ന് ഉണ്ടായത് അത് കൊളോണിയൽ ടേം ആണ്. എവിടെയാണ് പ്രകൃതിക്ക് വിരുദ്ധമായിട്ടുള്ള മനുഷ്യരുള്ളത്? പിന്നെ ഒന്ന്, ഈ പ്രകൃതി വിരുദ്ധത എന്ന് അടയാളപ്പെടുത്തുന്നത് IPC 377 IPC സ്ക്രാപ്പ് ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതി സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള യാതൊരു തരത്തിലുള്ള അവയർനെസ് ഇല്ലാതെ, ആ അഡ്വക്കസിയിലൊന്നും ഉൾപ്പെടാതെ, അതിന്റെ സെൻസിറ്റൈസേഷൻ പ്രോഗ്രാമിലൊന്നും നിലകൊള്ളാതെ ഉള്ള വെറും അറിവില്ലായ്മയുടെ പ്രശ്നം മാത്രം. അല്ല, ഇതിനെ ഇവർ വ്യാഖ്യാനിക്കുന്നതിന്റെ പ്രശ്നമാണോ ഇപ്പോൾ ഫിറോസ് പറയുന്നത്? ജെൻഡർ പൊളിറ്റിക്സിന്റെ പേരിൽ ഒളിച്ചു വിരുദ്ധതയാണ് എന്നൊക്കെയാണ്. ഒത്തിരി മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ക്യൂർ ആളുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഈ കുറച്ചു കാലങ്ങളായിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ലെസ്ബിയൻ കമ്മ്യൂണിറ്റിയുടെ വിവാഹങ്ങൾ നടക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകളാണ്. അതുപോലെ പല പല റിയാലിറ്റി ഷോകളും കമ്മിങ് ഔട്ട് നടത്തുന്നതും ഗേ ഐഡന്റിറ്റിയുടെ കമ്മിങ് ഔട്ടും ട്രാൻസ് ഐഡന്റിറ്റി കമ്മ്യൂണിറ്റി ഇത്തരം മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ടാവുന്നുണ്ട്. സ്ത്രീകൾ മുന്നേറുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഡാൻസേഴ്സ് ഉണ്ടാവുന്നുണ്ട്, നായികമാരുണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ പലതരത്തിലുള്ള എന്റർപ്രണേഴ്സ് ഉണ്ടാവുന്നുണ്ട്. അവര് അവരുടെ മത സംവിധാനത്തിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അത് പലപ്പോഴും ഇത്തരം പുരുഷാധിപത്യ നിലപാട് പേറുന്ന മസ്കുലിൻ ഐഡന്റിറ്റികൾക്ക് പലപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അത് തന്നെയാണ് അവര് ഇങ്ങനെ സംസാരിക്കാനുണ്ടായിട്ടുള്ള പ്രധാന കാരണം. അല്ലാതെ ഈ കാലഘട്ടത്തിൽ വന്ന് അവരത് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവരെത്രയോ കാലം മുമ്പുള്ള ആളുകളാണ്, അവരുടെ മതം എത്രയോ കാലം മുമ്പുള്ളതാണ്, അവരുടെ രാഷ്ട്രീയം എത്രയോ കാലം മുമ്പുള്ളതാണ്. അവർക്ക് ഇത് പുതിയ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളതല്ല. പുരാണങ്ങൾ പരിശോധിക്കുമ്പോഴും നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ, ലോകത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോഴൊക്കെ ക്യൂർ മനുഷ്യരുണ്ട്. അപ്പൊ ഇതിപ്പോ പല മത നേതാക്കളും, പ്രത്യേകിച്ച് ട്രംപിനെ പോലുള്ള ആളുകളൊക്കെ അവരുടെ മസ്കുലിനിറ്റിയും അവര് എങ്ങനെയാണ് മൈഗ്രേറ്റ് ആയിട്ടുള്ള ആളുകളോട് പെരുമാറുന്നത്, ക്യൂർ മനുഷ്യരോട് പെരുമാറുന്നത്, അതിന്റെ തനി പകർപ്പ് തന്നെയാണ് ഇവരും കൊണ്ടുവരുന്നത്. അതിൽ നമുക്ക് എന്ത് പറയാനാണ്? കാരണം ഇവരെ അവെയർ ചെയ്യിപ്പിക്കുകയും ഇവരെ അഡ്വക്കസി ചെയ്യിപ്പിക്കുകയാണ് നമുക്ക് വഴിയുള്ളൂ. നിയമപരമായി നീങ്ങണം എന്നുള്ളതാണ്. കേൾക്കുന്നുണ്ടോ ശീതൾ? ഈ ട്രാൻസ്ജെൻഡറുകളുടെ പ്രശ്നം ഇവരുടെ മനസ്സിലുണ്ടാകുന്ന തോന്നലുകളാണ്. ആ തോന്നലുകൾ അംഗീകരിച്ചുകൊണ്ട് അവരെ ആ തരത്തിൽ സമൂഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്നൊക്കെയാണ് ചോദ്യം. അല്ല, ഒന്ന്, ഇത് സയന്റിഫിക് ആയിട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സയൻസിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സയൻസ് അനുസരിച്ചല്ല എല്ലാവരും ഇവിടെ ജീവിക്കുന്നത്. നമ്മൾ ഒരു സമൂഹത്തിന്റെ കെട്ടിപ്പടുത്ത് ഉയർത്തിയിട്ടുള്ള ജീവിത സാഹചര്യം മൂലമാണ് സയൻസ് ഉണ്ടായിട്ടുള്ളത്, മനുഷ്യർ തമ്മിലുള്ള ഒരു സമീപനം ഉണ്ടായിട്ടുള്ളത്, ഈ വികസനം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ പതുക്കെയാണ് അതിൽ ചേഞ്ച് ഉണ്ടാവുന്നത്. അപ്പൊ പഠിക്കാതെയും അതിനെക്കുറിച്ച് അതിന്റെ പരിസരങ്ങളിൽ പോലും മനസ്സിലാക്കാതെയൊക്കെയാണ് ഇവരിത് സംസാരിക്കുന്നത്. ഒന്ന് ആ റിയാലിറ്റിയിലേക്ക് പോകണം. ഒന്ന്, ഇന്ത്യയിൽ ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ആക്ട് ഉള്ളതാണ്. ക്യൂർ മനുഷ്യർക്കെതിരെ ഇത്തരത്തിലുള്ള സംസ്കാരങ്ങൾ ഉണ്ടായാലും നിയമപരമായ ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരു നാടാണ്. ട്രാൻസ്ജെൻഡർക്കെതിരെ വെർബലി, ഫിസിക്കലി, സെക്ഷലി ഒക്കെ അബ്യൂസ് ചെയ്താലും നിയമം എടുക്കാനുള്ള ഒരു നാട്ടിലാണ് ഇത്തരം ആളുകൾ ഇത് സംസാരിക്കുന്നത്. അത് ഭരണഘടനാ അവകാശമാണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാല് ഇവര് ചെയ്യുന്നത് വലിയൊരു ക്രിമിനൽ കുറ്റമാണ്. ഒരു മുഖ്യധാര മാധ്യമത്തിൽ വന്നിരുന്ന ഇത്തരം മനുഷ്യരുടെ ജീവിതങ്ങളെ അടിച്ചമർത്തുകയും നീക്കി നിർത്തുകയും ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത്
അവർ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിപ്പം മതമോ രാഷ്ട്രീയമോ ഒക്കെ മാറ്റി നിർത്തട്ടെ, സമൂഹത്തിന്റെ എല്ലായിടത്തിലും ഇത്തരം മനുഷ്യരുണ്ട്. അവർ ഈ മരങ്ങളെയും കുട്ടികളെയും ഒക്കെ കൂട്ടിച്ചേർത്ത് ഈ മനുഷ്യരെ എന്താ പറയാ മാറ്റി നിർത്താനുള്ള ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുപോകരുത്. അത് എന്താ പറയാ, അത് ചെയ്യുന്നത് മതത്തിൽ വിശ്വസിക്കുന്ന ദൈവവിശ്വാസിയായിട്ടുള്ള ആളുകൾ, ദൈവം പോലും അത്തരം കാര്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാവാൻ വഴിയില്ല. കാരണം ദൈവം എല്ലാവരെയും സ്നേഹിക്കാനാ പറയുന്നത്. പക്ഷെ ഇവരെപ്പോഴും സ്നേഹത്തിന്റെ ഭാഷയെ വലിച്ച് മാറ്റിക്കൊണ്ട് അതിനെ രണ്ടായി തരംതിരിക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയെ ഓർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവർ തന്നെ ആലോചിക്കട്ടെ എന്താണ് വേണ്ടതെന്നുള്ളത്. നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും.